ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് തിരിയട്ട് എന്നാണ്. നമ്മൾ കുംഭഭരണിക്കൊക്കെയാണ് ഈ ഒരു പലഹാരം സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മളിതിനായിട്ട് വേണ്ടത് പറങ്കിമാവിൻ്റെ ഇലയാണ്. പറങ്കിമാവിൻ്റെ ഇല നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് തുടച്ച ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നമ്മളത് ഫിക്സ് ചെയ്ത് വെക്കണം. അതിന് ശേഷം ഒരു ഈർക്കിളി വെച്ചിട്ട് അതങ്ങ് പിൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കത് ഒന്നും കൂടെ ഫിക്സ് ആവാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കൂടെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം. ഇനി അത് സെറ്റായി അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇനി നമുക്ക് മാവ് റെഡിയാക്കാം. പുട്ടുപൊടിയുടെ പരുവത്തിൽ പച്ചരിപ്പൊടി പൊടിപ്പിച്ചു. അതിനുശേഷം അതിലേക്ക് ശർക്കര ഉരുക്കിയതും തേങ്ങ ചിരവിയതും ഏലക്ക പൊടിച്ചതും അതുപോലെ ഒരു നുള്ളുപ്പ് ഇതും കൂടെ ചേർത്ത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അത് ഒന്നും കൂടെ അങ്ങ് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ല രീതിക്ക് കുഴച്ചെടുക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് മധുരം നോക്കാം. അപ്പോൾ മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര ഗ്രേറ്റേതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇലയിലേക്ക് എങ്ങനെ അത് മാവ് പരത്തുന്നത് നോക്കാം. ഈ രീതിക്ക് ഒരു ചെറിയ ഉണ്ടയായിട്ട് എടുത്ത് അങ്ങനെ പരത്തി പരത്തി വെക്കാം. അതിനുശേഷം ഇലകൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മടക്കി മടക്കി കുത്താം. ഇതാ ഇങ്ങനെ ചെയ്താൽ മതി. അതങ്ങ് ഫിക്സ് ആയി ഇരുന്നോളൂ കേട്ടോ. വേറെ ഇളക്കിളിയുടെ ഒന്നും ആവശ്യമില്ല. ഇതങ്ങനെ അങ്ങ് ഇൻസേർട്ട് ചെയ്താൽ മതി, റെഡിയാവും. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒരു ഇഡ്ഡലി കുക്കറിനകത്ത് വെച്ചിട്ട് ആവി കയറ്റാം ഒരു 10-15 മിനിറ്റ്. അപ്പോൾ അത് ഇലയുടെ കളറൊക്കെ മാറി ഈ പരുവത്തിലായിട്ടുണ്ട്. ചൂടൊക്കെ ആറി പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ്. അതുപോലെ ഇതിലേക്ക് വെള്ള ശർക്കരയുടെ പകരം കറുപ്പ് ശർക്കരയും കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അത് ഞാനങ്ങനെ ഇതുപോലെ എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ വിഭവങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. താങ്ക് യു.